നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആർക്കേഡ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ്. സെപ്റ്റംബർ 16 മുതൽ 19 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 410 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഫുള്ളും ഫ്രഷ് ഓഹരികളാണ് എന്നുള്ളതാണ്. അതിൽ ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് ആർക്കേഡ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഇവർ പുതിയ പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് റീഡെവലപ്പ് ചെയ്യുന്ന ജോലി കൂടി ഇവർ ചെയ്യുന്നുണ്ട്. വളരെ ഹൈ എൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ലൈഫ് സ്റ്റൈൽ റെസിഡൻഷ്യൽ ഡെവലപ്പേഴ്സാണ്. മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ആർക്കേഡ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്. നമുക്കപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 2017 2024 ആദ്യ ക്വാർട്ടറിനും ഇടയിൽ ഒരു 1220 റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് കമ്പനി നിർമ്മിച്ചത്. അതിൽ 1045 എണ്ണം തന്നെ അവർക്ക് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിൽ, അതായത് MMR എന്നറിയപ്പെടുന്ന മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിൽ തന്നെ വിറ്റഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2024 ഏകദേശം 2.2 മില്യൺ സ്ക്വയർ ഫീറ്റാണ് അവർ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പലതും പാർട്ട്ണർഷിപ്പ് ബേസിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് അതിൽ ആർക്കേഡിന് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് 10ഓളം റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളും അവർ വെസ്റ്റേൺ സബർബിലും ഒരു പ്രോജക്റ്റ് സൗത്തേൺ സെൻട്രൽ മുംബൈയിലുമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 6,48,000 സ്ക്വയർ ഫീറ്റ് വരും. ഹൈ എൻഡ് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള പല ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഇപ്പോൾ കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആർക്കേഡ് നെസ്റ്റ്, ആർക്കേഡ് ക്രൗൺ, ആർക്കേഡ് ആസ്പയർ, ആർക്കേഡ് പ്രൈം, പിന്നെ ആർക്കേഡ് ഓറ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലുള്ള വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 28ഓളം പ്രൊജക്റ്റുകളാണ് കമ്പനി സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നത്. കൂടാതെ അവരുടെ ചില തേർഡ് പാർട്ടി ക്ലയൻസിനോടൊപ്പം ചേർന്നുകൊണ്ടും ഇത്തരത്തിലുള്ള ചില ബിൽഡിങ്ങുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവർക്ക് 4000ഓളം കസ്റ്റമേഴ്സും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ. അതായത് മിക്കവാറും എല്ലാം ഫ്ലാറ്റ് ഭവനങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടൊരു 6 പ്രൊജക്റ്റുകൾ മറ്റ് സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്നുണ്ട്. അത് 3.7 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. കമ്പനിക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 201ഓളം സ്ഥിരം ജീവനക്കാർ കമ്പനിക്കുണ്ട്, എൻജിനീയേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരായിട്ട്. ഈ ചിത്രത്തിൽ കാണുന്ന അമിത് M. ജെയിനാണ് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ. EPS 8.08, PE റേഷ്യോ 19.34, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 46.9%, NAV 21.28. ഇനി ഈ കമ്പനിയുടെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പ്രശസ്തമായിട്ടുള്ള കമ്പനികൾ തന്നെയാണ് ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ. കീസ്റ്റോൺ റിയൽറ്റേഴ്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, ഇതെല്ലാമാണ് ഇവരുടെ പിയർ കമ്പനികളായിട്ട് വരുന്നത്. ഇനി 410 കോടി രൂപയാണ് ഇവർ റേസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 410 കോടി രൂപയും കമ്പനിയിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അത് എങ്ങനെയാണ് കമ്പനി വിനിയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 250 കോടി രൂപ അവരുടെ പുതുതായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ആർക്കേഡ് നെസ്റ്റ് എന്ന ഒരു വലിയ സമുച്ചയം അവർ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഒരു 250 കോടി രൂപ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലാൻഡ് അക്വിസിഷനും ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് കമ്പനി വിനിയോഗിക്കും എന്ന് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നു. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ഫിനാൻഷ്യൽ കണക്കുകളാണ് ഇവിടെ നമുക്ക് കമ്പനിയുടേതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. 2023 224.01 കോടി രൂപയായിരുന്നു റവന്യൂ എങ്കിൽ 2024 ആയപ്പോഴത്തേക്കും അത് 184% ഉയർന്ന് 635.71 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നെറ്റ് ഇൻകം ആണെങ്കിൽ 50.77 കോടി രൂപയായിരുന്നു 23 24 ആയപ്പോഴത്തേക്കും 122.81 എന്നുള്ള ലെവൽ
ലെവലിൽ 142% ഉയർച്ചയാണ് നെറ്റ് ഇൻകത്തിലും കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ലീഡ് മാനേജർ യൂണിസ്റ്റോൺ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ രജിസ്ട്രാർ. ഇനി ആർക്കെ ഡെവലപ്പേഴ്സിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 16 മുതൽ 19 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കറിയാം 410 കോടി രൂപയുടെ എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ് ഇത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് 410 കോടി രൂപയ്ക്കുള്ളതാണ്. പ്രൈസ് ബാൻഡ് 121 രൂപ മുതൽ 128 രൂപ വരെയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് അവരുടെ എംപ്ലോയീസിന് അവർ 5 രൂപ ഒരു ഓഹരിക്ക് വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 2 കോടി ഓഹരികൾ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് റിസർവും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അത് എംപ്ലോയീസിന് മാത്രമുള്ളതാണെന്ന് ഓർക്കുക. ഇനി മിനിമം അപ്ലൈ ചെയ്യേണ്ടത് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 110 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക്, ഒരു ലോട്ട് 110 ആയതുകൊണ്ട് 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. റീറ്റെയിലേഴ്സിന് 35% ഓഹരികളും, HNIസിന് 15%, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 50% ഓഹരികളാണ് കമ്പനി അലോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 10 രൂപയാണ്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കമ്പനി. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 20 ആയിരിക്കും. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് വരുന്നത് സെപ്റ്റംബർ 24 ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളവരോട് പറയാനുള്ളത്, ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വേണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്താനായിട്ട് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഭയപ്പാടില്ലാതെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഇത് ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ മികച്ചതാണ് കമ്പനിയുടെ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിന് അവർ സൂക്ഷിച്ച് മാത്രം സർപ്ലസ് ആയിട്ടോ ഫണ്ടുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടുക, വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.